നിർഭയം ഞാൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജീവിച്ചു കൊതി തീരും മുമ്പേ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അവളാണ് സുമതി. അറിയപ്പെടുന്നത് മൈലമൂട് സുമതി എന്നാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും പരിസരവും എല്ലാം സുമതി മരണപ്പെട്ട അതേ സ്ഥലമാണ്. അവിടേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ ആയിട്ട് ആരാണ് സുമതി, സുമതിക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കഥയിലേക്കൊന്ന് പോയിട്ട് വരാം. 1953 നാടിനെ നടുക്കിയ ആ ഒരു സംഭവം നടക്കുന്നത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള സുമതി എന്ന യുവതി. ദരിദ്രയായിരുന്നു അവൾ, എങ്കിലും അതിസുന്ദരിയായിരുന്നു കാണാൻ. അവൾ താണു എന്ന ആളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നു. താണു എന്ന ഒരു ധനികന്റെ വീട്ടിൽ. അയാൾക്ക് 24 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ടായിരുന്നു. പേര് രത്നാകരൻ. ഈ രത്നാകരന് തൻ്റെ വീട്ടിൽ ജോലിക്കെത്തിയ സുമതിയെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുന്നു. അവളുമായിട്ട് രത്നാകരൻ പ്രണയത്തിലാകുന്നു എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. അതെന്താണെന്ന് കഥയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ സുമതിയും രത്നാകരനും തമ്മിൽ പ്രണയത്തിലാകുന്നു. കുറച്ചു നാളങ്ങനെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രത്നാകരനിൽ നിന്നും സുമതി ഗർഭിണിയാകുന്നു. ഈ വിവരമറിഞ്ഞ രത്നാകരൻ പിന്നീട് ചിന്തിച്ചു തുടങ്ങി എങ്ങനെയെങ്കിലും സുമതിയെ ഒഴിവാക്കണമെന്ന്. പിന്നീട് അയാളുടെ മനസ്സിൽ മുഴുവനായും സുമതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അടവുകളും ഓരോ തന്ത്രങ്ങളും ഒക്കെ ആയിരുന്നു. തൻ്റെ പ്രണയ നാടകത്തിനു മുന്നിൽ വീണുപോയ സുമതി പിന്നെയും അയാളെ സ്നേഹിച്ചു മുന്നോട്ടു പോകുന്നു. തന്നെ യഥാർത്ഥമായിട്ട് അയാൾ സ്നേഹിക്കുകയാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ മുന്നോട്ടു പോകെ ഒരു ദിവസം കൊല്ലം ജില്ലയിലെ മധുരാദേവി ക്ഷേത്രത്തിൽ അന്ന് ഉത്സവമായിരുന്നു. 1953 ജനുവരി 27 നാടിനെ നടുക്കിയ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ ദിവസം ഈ രത്നാകരൻ സുമതിയെ ഉത്സവം കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകാം എന്ന വ്യാജേനെ അവളെ തൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് അവൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു. തന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കാമെന്നും അവിടെ ആവുമ്പോൾ ആരും അറിയാതെ തങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു ജീവിതം നയിക്കാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ അവൾക്ക് നൽകുന്നു. ആ മോഹന വാഗ്ദാനങ്ങളൊക്കെ അവൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ അംബാസിഡർ കാറിൽ അവളെയും കൂട്ടിക്കൊണ്ട് രത്നാകരൻ പോവുകയാണ്. വഴിയിൽ വെച്ച് തൻ്റെ കൂട്ടുകാരനായ രവീന്ദ്രനെയും കാറിലേക്ക് കയറ്റുന്നു. പിന്നെയും കാർ മുന്നോട്ടു പോയി. പക്ഷേ രണ്ട് സുഹൃത്തുക്കളുടെയും പെരുമാറ്റത്തിൽ നിന്നും സുമതിക്ക് എന്തോ ചിലത് സംശയം തോന്നി. താൻ ചതിക്കപ്പെടുകയാണ് എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായി. സത്യം അത് തന്നെയായിരുന്നു. രത്നാകരൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉത്സവം കാണാൻ വേണ്ടിയല്ല, തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു സത്യം അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ കാറിലിരുന്ന് അലറി വിളിച്ചു. പക്ഷേ ആരും കേൾക്കാനില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ രത്നാകരൻ തന്നെയും കൊണ്ട് കാട്ടിൻ്റെ ഒത്ത നടുവിലെത്തിയിരുന്നു. ആ കൊടുങ്കാട്ടിൽ അവളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു പക്ഷിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു മനുഷ്യരും ആ ഒരു ശബ്ദം കേട്ടില്ല. കാരണം രത്നാകരൻ വളരെ തന്ത്രപൂർവം അവളെ കൊണ്ടുപോകുന്നത് ഉത്സവം കാണാമെന്ന് പറഞ്ഞാണ്. അതുപോലെ രാത്രി സമയത്തുമാണ് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും ആ സമയത്ത് എല്ലാവരും ഉത്സവ സ്ഥലത്തായിരിക്കും. ഒരാൾ പോലും അതുവഴി പോകുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ആ ഒരു കൊടുങ്കാട്ടിൽ ജനവാസമോ ഒന്നും ഉണ്ടായിരുന്നതല്ല. അങ്ങനെ അവൾ ഈ സത്യം അറിഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങി ഓടിയെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. രത്നാകരനും രവീന്ദ്രനും തൻ്റെ പുറകെ ഓടി. ഗർഭിണിയായ അവൾ, ആ പെണ്ണ് എങ്ങനെ ഓടിയെത്തും ഈ രണ്ട് പുരുഷന്മാരുടെ കയ്യിൽ നിന്നും? എത്രയായാലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവസാനം അവൾ എത്ര ഓടിയെങ്കിലും തൻ്റെ കാമുകൻ്റെ കയ്യിൽ തന്നെ ചെന്നുപെടുന്നു. തൻ്റെ കാമുകൻ തന്നെ മുടിയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അവളെ വലിച്ചിഴച്ച് കാടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടെത്തിച്ച ശേഷം ആ ക്രൂരമായ പ്രവൃത്തി അവിടെ നടന്നു. ഒരിറ്റു മനസാക്ഷിയുമില്ലാതെ വളരെ ക്രൂരമായിട്ട് രത്നാകരനും രവീന്ദ്രനും കൂടി സുമതിയെ കഴുത്തറുത്തു കൊന്നു.
അങ്ങനെ സുമതിയുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു. പക്ഷേ അവസാനിച്ചിട്ടില്ല. പിന്നെയും സുമതി ഇന്നും ജീവിച്ചിരിക്കുന്നു, അവളുടെ ആത്മാവായിട്ട്. ഈ ഒരു സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് പിറ്റേ ദിവസം അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുത്തത്. ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ നാട്ടിൽ നടന്ന ഏറ്റവും വലിയൊരു കൊലപാതകമായിരുന്നു അത്. അതിസുന്ദരിയായ യുവതി, അവളുടെ മുടിയഴകിലാണ് എല്ലാവരും അവളെ നോക്കി നിൽക്കുന്നത്. അത്രയ്ക്ക് സൗന്ദര്യവതിയായിരുന്നു സുമതി. ഇനി പറഞ്ഞിട്ട് കഥയില്ല, അവൾ അവിടെ അവസാനിച്ചു. അവൾക്ക് ജീവിക്കാൻ യോഗമില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി അവൾ അവിടെ അവസാനിച്ചു. അവൾ മാത്രമായിരുന്നില്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെയാണ് തൻ്റെ കാമുകനും സുഹൃത്തും കൂടി അവളെ അവിടെ തീർത്ത് കളഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് വരാം. അങ്ങനെ സുമതിയുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇന്നും മൈലമൂട് സുമതി എന്ന പേര് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. അതുവഴി പോകുന്ന, മൈലമൂട് വഴി പോകുന്ന ആരും ഒന്ന് പേടിക്കും. ആ ഒരു സ്ഥലം എത്തുമ്പോൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിലും ഒന്ന് അറയ്ക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കാരണം ഇതാണ്. അതിനുശേഷം സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങളായും അതുപോലെ തന്നെ കൊലപാതകങ്ങളായും ആത്മഹത്യകളായും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സുമതി വളവ് എന്നറിയപ്പെടുന്ന സുമതി മരണപ്പെട്ട അതേ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും സുമതിയുടെ ആത്മാവ് അവിടെ ഉണ്ട് എന്നാണ്. ആ സുമതിയുടെ ആത്മാവാണ് എല്ലാവരെയും ഇതുപോലെ കൊലപ്പെടുത്തുന്നത്. അതുപോലെ മനുഷ്യർക്ക് അതുവഴി കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവരെ പേടിപ്പിക്കുന്നതും സുമതിയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിലെന്തുമാത്രം സത്യമുണ്ട് എന്ന് ഇന്നും ആർക്കും അറിയില്ല. അത് ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. പല രാത്രികളിലും സുമതിയുടെ പ്രേതത്തെ അവിടെ കണ്ടതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് മുടി നീട്ടിയിട്ട് ആ റോഡിന് നടുവിൽ വന്ന് നിൽക്കുന്നു എന്നതായി പലരും പറഞ്ഞിട്ടുണ്ട്, ഇന്നും വിശ്വസിക്കുന്നു. പല രാത്രികളിലും പലരും അതുവഴി കടന്നു പോകുമ്പോൾ അവരുടെ മുന്നിൽ സുമതി വന്ന് നിന്നിട്ടുണ്ട് എന്നാണ് ഇന്നും കേട്ടറിവ്. ആ ഭയപ്പെടുത്തുന്ന രൂപം കണ്ട് പലരും മരണപ്പെട്ടിട്ടുണ്ട് ആക്സിഡൻറ്റിൽ. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ഈ ഒരു കാലഘട്ടത്തിലും ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരുപാട് ദുരൂഹതകളേറുന്നു ഈ ഒരു കഥയിൽ. എന്താണ് സത്യാവസ്ഥ എന്നത് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ അറിഞ്ഞത്. അവിടെയുള്ള ആ ഒരു പരിസരത്തുള്ള ഒരുപാട് പേരെടുത്ത് ഞങ്ങളും സംസാരിച്ചു. പക്ഷെ ആർക്കും തന്നെ നേരിട്ട് കണ്ടവരെ അറിയില്ല. പക്ഷെ മറ്റൊരു കാര്യം, ആ ഒരു സ്ഥലത്ത് ഒരുപാട് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയി. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു 6:30 മണി സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. വൈകിട്ട് 6:30 മണി. അതാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടറിയാൻ സാധിക്കുമല്ലോ. അതുപോരാഞ്ഞിട്ട് ഈ പാതിരാത്രിയൊക്കെ പോകാനുള്ള ധൈര്യക്കുറവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പോകാമെന്ന് കരുതിയത്. ആ സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും കാട്ടിനുള്ളിലേക്ക് ഒരുപാട് ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ അവിടെ നിന്നും ഉൾവനത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ചെറിയ ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു ഇടവഴി. വലിയ വണ്ടികളൊക്കെ വന്നാൽ അതുവഴി പോകാനേ പറ്റില്ല. ചെറിയ ഓട്ടോയോ ബൈക്കോ സ്കൂട്ടറോ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇതുവഴി കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനൊരു വഴിയിൽ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലത്താണ് സുമതി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ഒരുപാട് ദൂരം ഓടി എന്ന് പറയുന്നതും. സുമതിയുടെ ബോഡി കണ്ടെത്തുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ പോകുന്ന നേരെ കാണുന്ന വഴിയിലല്ല, അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. ആ ഒരു സ്ഥലം മുന്നോട്ട് പോകെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്തുവെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞുങ്ങളെ പോലും ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ജനവാസമേ ഇല്ലായിരുന്നു. ഒരുപാട് ഉള്ളിലേക്ക് പോയി. പക്ഷേ പോകുന്തോറും ഭീതി കൂടിക്കൂടി വന്നിരുന്നു. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അത്. ഈ ഒരു സമയത്ത് പോയിട്ട് പോലും ആ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയൊക്കെ ആ വഴി സഞ്ചരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഓർക്കണം.
അങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് ഇത്രയും വലിയൊരു കഥ പടർന്നിരിക്കുന്നത്. യക്ഷിയെന്നും പ്രേതമെന്നും ആത്മാവെന്നും ഒക്കെ പറഞ്ഞ് ഈ ഒരു നൂറ്റാണ്ടിലും അതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്നാണ് എൻ്റെ ഒരു സംശയം. കൂറ്റൻ മരങ്ങളും ആ മരങ്ങളിൽ പടർന്നു കിടക്കുന്ന ഇത്തിൽ കണ്ണികളും അതുപോലുള്ള വള്ളിച്ചെടികളും ഒക്കെ ആയിരുന്നു ആ കാട് നിറയെ. ആ കാട്ടിലേക്ക് ഈ വഴിയിൽ കൂടി അല്ലാതെ മുകളിലേക്ക് പോകാനേ സാധിക്കില്ല. അത്രത്തോളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും കാട്ടുചെടികളും ഒക്കെ ആയിരുന്നു അവിടെ. ഈ ഒരു വഴിയിൽ കൂടി രാത്രി പോകാൻ ആരും ഭയപ്പെടും. ഞങ്ങൾ അങ്ങോട്ട് ഈ ഒരു സമയത്ത് തിരിഞ്ഞപ്പോൾ തന്നെ റോഡ് സൈഡിൽ നിന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകേണ്ട എന്ന്. പക്ഷെ പിന്തിരിഞ്ഞു പോരാൻ മനസ്സ് തോന്നിയില്ല. എന്തായാലും ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ, കുറച്ചെങ്കിലും പോയിട്ട് വരാം എന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു കൊടുങ്കാട്ടിൻ്റെ കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന മദ്യക്കുപ്പികളും അതുപോലെ തന്നെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളും സിഗരറ്റ് കുറ്റികളും പാക്കറ്റോട് കൂടിയുള്ള സിഗരറ്റുകൾ, ബീഡികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി വേസ്റ്റായിട്ട് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നതല്ല. പലരും അവിടെ ഇരുന്ന് യൂസ് ചെയ്തതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കഥയിൽ നിന്നും ഏകദേശം പിടികിട്ടിയത് കുറേ സാമൂഹിക വിരുദ്ധർ അവർക്ക് സൗകര്യപൂർവ്വം വന്നിരുന്ന് മദ്യപിക്കാനും അതുപോലെ തന്നെ ഒത്തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ അവർ മെനഞ്ഞു കൂട്ടിയതായിരിക്കാം. അതിലും എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല, ചില സംശയങ്ങൾ മാത്രമാണ്. അതുപോലെ പല രാത്രികളിലും പുരുഷനെയും സ്ത്രീയെയും കണ്ടിട്ടുണ്ട് പലരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പലരും ആത്മഹത്യയ്ക്ക് വേണ്ടിയും കൊലപാതകങ്ങൾക്ക് വേണ്ടിയും സുമതി വളവ് തിരഞ്ഞെടുക്കുന്നു. സൗകര്യമാണല്ലോ, അതാവുമ്പോൾ അങ്ങനെ ആളുകളൊന്നും വരാറേയില്ല. അവരുടെ കാര്യം എന്താണോ അതവർക്ക് സൗകര്യപൂർവ്വം നടത്തിയെടുക്കുകയും ചെയ്യാം. ഓരോരുത്തരുടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ സുമതിയെ ആത്മാവാക്കി, അവളെ പ്രേതമാക്കി. അങ്ങനെയാണ് സുമതി വളവ് എന്ന് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടതും സുമതിയെ പലരും പേടിച്ചു തുടങ്ങിയതും സുമതി വളവ് വഴി ആർക്കും പോകാൻ ധൈര്യം കിട്ടാതെ ഇരിക്കുന്നതും. അങ്ങനെ പല കഥകളാണ് ആ ഒരു സ്ഥലത്ത് പോയതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ഒരു കഥകളൊക്കെ വിശ്വസിക്കാൻ എത്രയോ പേരുണ്ട് എന്നതാണ് അത്ഭുതം. അപ്പോൾ സുമതിയുടെ കഥ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇതുപോലെ ഒരുപാട് കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും എനിക്ക് ആവശ്യമുണ്ട്. ഇതുപോലുള്ള കഥകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനിയും അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതും എന്നോട് പങ്കുവയ്ക്കാവുന്നതാണ്. ഇതുപോലെ കഥയായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഉറപ്പായിട്ടും ഞാനത് കഥയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.